കരുവന്നൂർ പുഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം പുഴ ഏതാ റോഡ് ഏതാ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ചിമ്മിനി ഡാം തുറന്ന് മലവെള്ളം കുത്തിയൊലിച്ചു വരുന്ന, അതായത് കുത്തൊഴുക്ക് അടിയൊഴുക്ക് എല്ലാം അത്രയും ഗംഭീരമായിട്ടുള്ള ഈ കരുവന്നൂർ പുഴയുടെ തൊട്ടടുത്തൂടെയാണ് ഈ റോഡ് പോകുന്നത്. എത്രയോ പേർ ബൈക്കായിട്ടും കാറായിട്ടും സ്കൂൾ കുട്ടികൾ, രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികൾ, ഇവരെല്ലാവരും ഈ വഴിയിൽ കൂടെ പാസ് ചെയ്യുന്നു. ഒരു വളവുണ്ട്. ഞാൻ പറയുന്നത്, ഇവരാരെങ്കിലും കാല് തെറ്റി ആ പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്ന പുഴയിലേക്കാണ്. അവിടുത്തെ ഒരു തടയില്ല. മനസ്സിലായ? ഈ അടിയൊഴുക്കിൽ പെട്ട് നീന്താൻ അറിയുന്നവർ പോലും പെട്ടുപോകും. മനസ്സിലാവണ്ട. ഇവിടെ എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ പറയണ്ട, കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും ഈ വഴിക്ക് വരുന്നവർ എല്ലാവരും അറിയാവുന്നവരാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അറിയാത്ത ആരെങ്കിലും കാറിലോ ബൈക്കിലോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഒരു തെന്നി പോയി കഴിഞ്ഞാൽ നേരെ പോകുന്ന പുഴയിലേക്കാണ്. ഒരു തടവില്ല. ഈ പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടിയൊഴുക്കാണ്, കുത്തൊഴുക്ക്. പിടിച്ചാൽ കിട്ടില്ല. എവിടെയാണ് പിടിച്ച് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിനാണ് ഇങ്ങനൊരു അപകടം വരുത്തി വെക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ബാരിക്കേഡുകൾ വരണം. വലിയ ബാരിക്കേഡ്. ഒരാൾ തെന്നി പോയാലോ ബൈക്ക് തട്ടി, ഇപ്പോൾ പരസ്പരം ബൈക്ക് തട്ടി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തട്ടൊക്കെ ഉണ്ടാവാം, സാഹചര്യമാണ്. അങ്ങനെയൊക്കെ തട്ടിയിട്ട് ആരെങ്കിലും ഒന്ന് തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് പുഴയിലേക്ക് എത്താതെ നോക്കുക. അപ്പം അത്രയും വലിയ ബാരിക്കേഡുകളും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബോർഡുകൾ എന്തായാലും വേണം. ഇൻഫർമേഷൻ ബോർഡും വലിയ ബാരിക്കേഡ്, താൽക്കാലിക ബോർഡായാലും മതി. ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് സിമെൻറ്റും വെച്ചൊക്കെ പണിയാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ എത്രയും പെട്ടെന്ന് വലിയ താൽക്കാലിക ബാരിക്കേഡുകളും ഇവിടെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, റോഡ് ഏതാ പുഴ ഏതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പാടത്തെ ചാലല്ലേ കാണുന്നത്, മലവെള്ളം കുത്തിയൊലിച്ച് വരുന്ന വലിയ പുഴയാണ് കാണുന്നത്. ഭാരതപ്പുഴ പോലെ, ആലുവപ്പുഴ പോലെയൊക്കെ വലിയ പുഴയാണ് ഈ പോണത്, കാലിൻ്റെ ചൂട്ടിക്കൂടി. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം പുഴ. അത് പുഴ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഒഴുക്ക് നോക്കണ്ട, അടിയിൽ കുത്തൊഴുക്കാണ്. മലവെള്ളം കുത്തൊലിച്ച് വരാണ്. അതിലൊക്കെ പെട്ടുപോയാൽ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അതുകൊണ്ട് അധികാരപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തട്ടെ. അതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടായിട്ട് അയ്യോ പത്തോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടോ അനുശോചനം ഇറക്കിയിട്ടോ കാര്യമില്ല. അപകടം വരാതെ നോക്കുക. നാളെ ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഓരോ ജീവനും വിലപ്പെട്ടതാണ് അല്ലേ? അതുകൊണ്ട് അധികാരപ്പെട്ടവന് കാണുക. എനിക്ക് തോന്നുന്നത് ഇത് പഞ്ചായത്തിൻ്റെ അല്ലാന്ന് തോന്നുന്നു, ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലല്ലാന്ന് തോന്നുന്നത്, ഇത് ഫിഷറീസ് വകുപ്പാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഏത് വകുപ്പായാലും വകുപ്പല്ല വലുത്. നമുക്ക് വലുത് നമ്മുടെ ജീവനും ഓരോ മനുഷ്യൻ്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് ഏത് വകുപ്പിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തട്ടെ. ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കട്ടെ, വലിയ ബാരിക്കേഡുകൾ സ്ഥാപിക്കട്ടെ. ഒരാളും കാല് വഴുതിയോ വണ്ടി ഇടിച്ചിട്ടോ തെറിച്ചു പോയിട്ടോ പുഴയിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. നമ്മൾ പറയാറുള്ളത് പോലെ മഴ, കാറ്റ്, കട്ടൻ ചായ, ജോൺസൺ മാഷിൻ്റെ പാട്ട്, ഇതൊക്കെ പറയാനും കാണാനും രസമാണ്. പക്ഷേ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ കണ്ണീരും കൈയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, നാളെ കരുവന്നൂർ പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ കരുവന്നൂർ പുഴയിൽപ്പെട്ട് ആർക്കും, സ്കൂൾ കുട്ടികളടക്കം പാസ് ചെയ്യുന്ന ഈ റോട്ടിൽ നിന്നും ആർക്കും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇത് അധികാരപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. നാളെ ആരുടെ ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ, ആർക്കും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു.